Hello friends, welcome back to our channel Easy Homework. ഞാൻ കൃഷ്ണ. ഇന്ത്യൻ ക്ലാസ് 7ന്റെ സയൻസിൽ ചാപ്റ്റർ 2 ന്യൂട്രീഷൻ ഇൻ ആനിമൽസിലെ ഫസ്റ്റ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇതിൽ നമുക്ക് നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം അതായത് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ന്യൂട്രീഷൻ ഇൻ ആനിമൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് പഠിക്കേണ്ട 4 ടോപ്പിക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് വേസ് ഓഫ് ടേക്കിംഗ് ഫുഡ്, സെക്കൻഡ് വൺ ഡൈജഷൻ ഇൻ ഹ്യൂമൻസ്, തേർഡ് വൺ ഡൈജഷൻ ഇൻ ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ് ആൻഡ് ഫോർത്ത് എന്ന് പറയുന്നത് ഫീഡിംഗ് ആൻഡ് ഡൈജഷൻ ഇൻ അമീബ. ഓക്കെ, 4 കുഞ്ഞു ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത്. കുഞ്ഞു ടോപ്പിക്സ് ആയാലും ഡൈജഷൻ ഇൻ ഹ്യൂമൻസിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, സോ എൻ്റെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ക്ലാസ് കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹീറ്റിൻ്റെ ലാസ്റ്റ് പാർട്ട് അതായത് റേഡിയേഷൻ്റെ പാർട്ട് കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഫസ്റ്റ് നമുക്ക് ഡിഫറെൻറ്റ് വേസ് ഓഫ് ടേക്കിംഗ് ഫുഡ് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇനിയുള്ള ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇടും. ഒരു 3 അല്ലെങ്കിൽ 4 വീഡിയോസ് ഉണ്ടാവും. ഓക്കെ, 4 പാർട്ടിൽ നമുക്ക് ഈ ചാപ്റ്റർ അങ്ങ് തീർക്കാം. ഓക്കെ, സോ എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുക. പഠിക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചതിന് ശേഷം മാത്രം എൻ്റെ വീഡിയോ കാണുക. ഓക്കെ, സോ ഡിഫറെൻറ്റ് വേസ് ഓഫ് ടേക്കിംഗ് ഫുഡ് നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് മാത്രം വായിച്ചതിന് ശേഷം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, സോ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഞാൻ മാത്സിൻ്റെയും സയൻസിൻ്റെയും ഓൺലൈൻ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീക്ക്ലി 4 ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്. ആ മെയിലിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ സെൻഡ് ചെയ്യുക. ഓക്കെ, സോ easymath@krishna@gmail.com എന്നാണ് മെയിൽ ID വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സും ടൈമിങ്ങും എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറയും. ബിക്കോസ് 2-3 പാരൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ട് ട്യൂഷൻ എടുക്കുമെന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾക്ക് വേണ്ടി ഒരു ഇൻഡിവിജ്വൽ ട്യൂഷൻ അല്ല നിങ്ങൾക്ക് കിട്ടുന്നത്, ഒരു ബാച്ച് ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ബാച്ചിൽ എത്ര പേരുണ്ട് എന്നുള്ള കാര്യം എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ താല്പര്യമുള്ളവർ ഈ മെയിൽ IDയിലോട്ട് എനിക്കൊന്ന് മെസ്സേജ് ചെയ്യാം. ഓക്കെ, മെയിൽ ചെയ്താൽ മതി, ഞാൻ ചെക്ക് ചെയ്തിട്ട് റിപ്ലൈ ഇടും. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, നോക്കിയേ, ഇൻട്രൊഡക്ഷനാണ്. നിങ്ങളുടെ ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, എങ്ങനെയാണ് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ, എന്തൊക്കെയാണ് പ്രോസസ്സ് എന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആനിമൽസ്, ഹ്യൂമൻസ് ഇവരൊക്കെ ഇവരുടെ ഡൈജഷൻ പ്രോസസ്സ്, എങ്ങനെയാണ് ഫുഡ് കിട്ടുന്നത്, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് ന്യൂട്രീഷൻ ഇൻ ആനിമൽസിൽ പഠിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടേ ഉള്ളൂ, ഞാനൊന്ന് വായിക്കാം. ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ വി ലേൺ ദാറ്റ് പ്ലാന്റ്സ് ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ബൈ ഏതാണ് പ്രോസസ്സിൻ്റെ പേര്, ഫോട്ടോസിന്തസിസ്. പക്ഷേ ആർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു, ആനിമൽസിന് പറ്റില്ല എന്ന് പറഞ്ഞു അല്ലേ. ആനിമൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. ഓക്കെ, then second point നോക്കിയേ, animals get their food from plants either directly by eating plants or indirectly by eating animals that eat plants. ഓക്കെ ആണല്ലോ. സോ ആനിമൽസ് എക്സിബിറ്റ് ഹെട്രോട്രോപ്പിക് മോഡ്, അതിനാണ് നമ്മൾ ഹെട്രോട്രോപ്പിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാനിപ്പോൾ എന്താണ് ഹെട്രോട്രോപ്പിക് ഇതൊന്നും പറയുന്നില്ല. മീൻസ് നിങ്ങൾ ന്യൂട്രീഷൻ പ്ലാന്റ്സിൽ പഠിച്ചതാണ് ഡീറ്റെയിൽ ആയിട്ട്, അതൊന്നും പറയുന്നില്ല. ഓക്കെ, അഗൈൻ ഫ്രം പ്രീവിയസ് ചാപ്റ്റർ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഓൾ ലിവിങ് ഓർഗാനിസം ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് നീഡ് certain nutrients to stay alive and grow, and these nutrients are obtained from where? Food. ആണല്ലോ. Since this chapter is about nutrition in animals, so in this chapter we will learn about the process of intake and utilization of food in animals. So എങ്ങനെയാണ് ഫുഡ് ടേക്ക് ചെയ്യുന്നതെന്നും പിന്നെ അതിൻ്റെ യൂട്ടിലൈസേഷനുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പോലെ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, വായിച്ചതിന് ശേഷം അടുത്തതിലോട്ട് പോവാം. സോ നോക്കേ, all the animals can be divided into 3 groups on the basis of their food habits. Okay, animalsനെ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് അനുസരിച്ച് നമുക്ക് 3 ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദീസ് ആർ 1 എന്താണ്, ഹെർബിവോർസ്. ഇതൊക്കെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്ന കാര്യമാണ് അല്ലേ. ഹെർബിവോർസ് എന്താണ്, ദോസ് ആനിമൽസ് വിച്ച് ഈറ്റ് only plants are called what? ഹെർബിവോർസ്. എക്സാമ്പിൾ ആരൊക്കെയാണ്, ഗോട്ട്, കൗ ആൻഡ് ഡിയർ. ഓക്കെ, എക്സാമ്പിൾ ഒക്കെ നിങ്ങൾക്ക് അറിയാം. ദെൻ എന്താണ് കാർണിവോർസ് എന്ന് പറഞ്ഞാൽ, ദോസ് ആനിമൽസ് വിച്ച് ഈറ്റ് only അതർ ആനിമൽസ് ആസ് ഫുഡ് ആർ കോൾഡ് വാട്ട്? കാർണിവോർസ്. അപ്പോൾ പ്ലാന്റ് ഈറ്റിങ്ങിനെ ഹെർബിവോർസ് എന്നും പിന്നെ വേറെ ആനിമൽസ് ഫ്ലഷ് ഈറ്റിങ്ങിനെ നമ്മൾ കാർണിവോർസ് എന്ന് പറയുന്നു. ദെൻ തേർഡ് വൺ എന്താണ്, ഓംനിവേഴ്സ്. എന്താണ് ഓംനിവേഴ്സ് എന്ന് പറഞ്ഞാൽ, സോ കാർണിവോർസിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്, ലയൺ, ടൈഗർ, ലിസാർഡ് എക്സെട്ര. ഓക്കെ, omnivores എന്താണ്, those animals which eat both plants and animals are called what? Omnivores. Examples are man, dog and crow etc. Okay,
സോ എന്താണ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്ന കാര്യമാണ്. ആനിമൽസിനെ 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അവരുടെ ഫുഡ് ഹാബിറ്റ്സ് അനുസരിച്ച്. എന്തൊക്കെയാണ്? ഹെർബിവോർസ് എന്ന് പറഞ്ഞാൽ ഒൺലി പ്ലാന്റ്സ്, കാർണിവോർസ് എന്ന് പറഞ്ഞാൽ ഒൺലി ഫ്ലഷ്, ഓംനിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഓക്കെ, ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ നെക്സ്റ്റ് നോക്കിയേ, പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ ഇൻ ആനിമൽസ്. എന്താ പറയുന്നത്? ആ പ്രോസസ്സ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഇൻ ആനിമൽസ് നടക്കുന്നത് ഒരു 5 സ്റ്റെപ്സ് വഴിയാണ്. ആ സ്റ്റെപ്സിനെ വിളിക്കുന്ന പേരാണ് എന്താ? ആ ഒരു മോഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന്. ഓക്കെ, നോക്കാം എന്താണെന്ന്. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ആനിമൽസ് ടേക്ക് ഇൻ ദെയർ ഫുഡ്. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഇറ്റ് ഇൻവോൾവ്സ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ്, നെയിംലി പഠിക്കേണ്ടതാണ്. എന്താണ്? ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ ആൻഡ് ഇജഷൻ. ഓക്കെ, 5 സ്റ്റെപ്സ്. എന്താണ്? ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, assimilation and egestion. Human beings exhibit holozoic mode of nutrition involving 5 basic steps. അപ്പോൾ ഹ്യൂമൻ ബീങ്സിലും എന്താണ്? ഇത് തന്നെയാണ് ന്യൂട്രീഷൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഏതാണ്? ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് ഹ്യൂമൻസും എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ 5 സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യുന്നത്? ഏതൊക്കെയാണ്? ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ ആൻഡ് ഇജഷൻ. ഓക്കെ, അടുത്ത സ്ലൈഡിൽ ഇത് എന്തൊക്കെയാണെന്നുള്ള കാര്യം പറയാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ തന്നെ പഠിക്കുക. എന്താണ്? ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് ആനിമൽസിലും ഹ്യൂമൻസിലും. ക്ലിയർ ആണല്ലോ? സോ നോക്കിയേ, ആ 5 സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ്? ഇൻജഷൻ. എന്താണ്? ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഫുഡ് ഇൻ ടു ദി ബോഡി. ബോഡിയിലേക്ക് ഫുഡ് എടുക്കുന്ന പ്രോസസ്സ്. ഓക്കെ, ആ പ്രോസസ്സിനെ വിളിക്കുന്ന അകത്തേക്ക് കൊടുക്കുന്നു. ആ പ്രോസസ്സാണ് എന്ത്? ഇൻജഷൻ എന്ന് പറയുന്നത്. ദെൻ what is digestion? The process in which the food containing large insoluble molecules is broken down into small water soluble molecules. അപ്പോൾ ആ ഡൈജഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നു. ഓക്കെ, എന്താണ്? ഇപ്പോൾ ലാർജ്, അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ എന്താ ആപ്പിൾ കഴിച്ചു. ഓക്കെ, ദ പ്രോസസ് ഇൻ വിച്ച് ദ ഫുഡ് കണ്ടെയ്നിങ് ലാർജ് ഇൻസോലുബിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഫുഡിനെ ഇൻസോലുബിൾ ആയിട്ടുള്ള ഫോം, നമ്മൾ ഒരുപാട് എന്താണ് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യുന്ന പോലെ ചവച്ചിട്ടാണോ നമ്മൾ ഇറക്കുന്നത്? അല്ല, അല്ലേ? അപ്പോൾ ഇൻസോലുബിൾ മോളിക്യൂൾസ് ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രോക്കൺ ഡൗൺ ചെയ്ത് നമ്മളല്ല നമ്മുടെ അകത്ത് പോയിട്ട് എന്താണ് ഡൈജഷൻ പ്രോസസ്സ് നടക്കുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് എന്തെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇൻസോലുബിൾ ആയിട്ടുള്ള മോളിക്യൂൾസിനെ ബ്രോക്കൺ ഡൗൺ ചെയ്ത് ചെറിയ സ്മോൾ വാട്ടർ സോലുബിൾ മോളിക്യൂൾസ് ആക്കി മാറ്റുന്ന ആ പ്രോസസ്സാണ് എന്ത്? ഡൈജഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഡൈജഷൻ ഇത്രയേ ഉള്ളൂ, പക്ഷെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ, എന്താണ് അപ്പോൾ ഇൻജഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? പ്രോസസ് ഓഫ് ടേക്കിംഗ് ഫുഡ് ഇൻ ടു ദി ബോഡി. സെക്കൻഡ് വൺ, ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫുഡ് അകത്ത് പോയി, അല്ലേ? അപ്പോൾ ലാർജ് ഇൻസോലുബിൾ മോളിക്യൂൾസ് ആണ്, അതിനെ ബ്രോക്കൺ ഡൗൺ ചെയ്ത് സ്മോൾ വാട്ടർ സോലുബിൾ മോളിക്യൂൾസ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് എന്ത്? ഡൈജഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അബ്സോർപ്ഷൻ. തേർഡ് പോയിന്റ്, എന്താണ് അബ്സോർപ്ഷൻ? അപ്പോൾ എന്താണ്? ഡൈജഷൻ കഴിഞ്ഞു, ഇനി എന്താണ്? അത് എന്താണ്? അബ്സോർബ് ചെയ്യണം. ദ പ്രോസസ് ഇൻ വിച്ച് ദ ഡൈജസ്റ്റഡ് ഫുഡ് passes through the intestinal wall into bloodstream is called what? Absorption. അപ്പോൾ നമ്മുടെ ഡൈജഷൻ കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യുന്നു? ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയും. സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജസ്റ്റ് ഇൻറ്റസ്റ്റൈൻ എല്ലാം എന്താണ് അടുത്ത സ്ലൈഡിൽ വരുവാണ്. അപ്പോൾ എന്താണ്? ഈ ഇൻറ്റസ്റ്റൈനിൽ കൂടെ പാസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മുടെ എന്ത് ചെയ്യുന്നു? ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അസിമിലേഷൻ. The process in which the absorbed food is taken in by the body cells and used for energy, growth and repair. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അബ്സോർപ്ഷൻ കഴിയുമ്പോഴത്തേക്കും എന്താണ്? ഈ ഫുഡ്സ് എന്താണ് നമ്മുടെ ഈ കഴിച്ച ഫുഡ് ഉണ്ടല്ലോ, അത് ഡൈജഷൻ എല്ലാം കഴിഞ്ഞ് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അബ്സോർപ്ഷൻ ആണ് ഞാനിപ്പോൾ പറയുന്നത്. ഒന്നുകൂടെ, അബ്സോർപ്ഷൻ പ്രോസസ്സിൽ എന്താണ്? ഡൈജസ്റ്റഡ് ഫുഡ് എന്ത് ചെയ്യുന്നു? ഇൻറ്റസ്റ്റൈനൽ വോൾസിൽ കൂടി കടന്നു പോയിട്ട് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് കയറുന്നു. ഓക്കെ, അതായത് ബ്ലഡിലേക്ക് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം കയറിയിട്ടുണ്ട്. ഇനി അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഇൻ വിച്ച് അബ്സോർബ് ചെയ്യപ്പെട്ട ഫുഡ് എന്ത് ചെയ്യുന്നു? ഈസ് ടേക്കൺ ഇൻ ബൈ ദ ബോഡി സെൽസ്, ബോഡിയിലെ എല്ലാ സെൽസിലും എത്തുന്നു. ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ, ആ ഫുഡ് അബ്സോർബ് ചെയ്യപ്പെട്ട ഫുഡ് ബോഡി സെൽസിൽ എല്ലാത്തിലും എത്തിയിട്ട് എന്ത് ചെയ്യുന്നു? അതിന് പിന്നെ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫോർ എനർജി, ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഈസ് കോൾഡ് വാട്ട്? അസിമിലേഷൻ. Okay, then egestion, last one, the process in which the undigested food is removed from the body is called what? Egestion. Undigested ആയിട്ടുള്ള ഫുഡാണ് എന്താ? വേസ്റ്റ് ആയിട്ട് പുറത്തു പോകുന്നത്, അല്ലേ? ആ പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇജഷൻ എന്ന് പറയുന്നത്.
ക്ലിയർ ആയോ? ഒരു സ്റ്റോറി പോലെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് ഇൻജെക്ഷൻ എന്താണ്, ഫുഡ് അകത്തേക്ക് എടുക്കുന്നു, പിന്നെ അവിടെ ഡൈജഷൻ നടക്കുന്നു അല്ലേ. ഡൈജഷനിൽ എന്താ പ്രോസസ്സ് നടക്കുന്നത്? ഫുഡ് കണ്ടെയ്നിങ് ലാർജ് ഇൻസോല്യൂബിൾ മോളിക്യൂൾസ് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോൾ വാട്ടർ സോല്യൂബിൾ മോളിക്യൂൾസ്. ദെൻ പിന്നെ എന്താണ്, ഡൈജഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത അബ്സോർപ്ഷൻ ആണ് അല്ലേ. ദ പ്രോസസ് ഇൻ വിച്ച് ഡൈജസ്റ്റഡ് ഫുഡ് എന്ത് ചെയ്യുന്നു, പാസസ് ത്രൂ ദ ഇൻഡസ്ട്രീനൽ വാൾസ് ഇൻ ടു ബ്ലഡ് സ്ട്രീം ഈസ് കോൾഡ് വാട്ട്, അബ്സോർപ്ഷൻ. ദെൻ അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അബ്സോർബ് ചെയ്ത ഫുഡ് എന്ത് ചെയ്യുന്നു, ബ്ലഡ് സെൽസ്, ബോഡി സെൽസ് യൂട്ടിലൈസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, അത് എനർജിക്ക് വേണ്ടിയിട്ടും. ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഈസ് കോൾഡ് വാട്ട്, അസിമിലേഷൻ. ദെൻ ഫൈനൽ ഇജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ പ്രോസസ് ഇൻ വിച്ച് ദ അൺഡൈജസ്റ്റഡ് ഫുഡ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ ബോഡി ഈസ് കോൾഡ് വാട്ട്, ഇജക്ഷൻ. ഓക്കെ, 5 സ്റ്റെപ്സ് മനസ്സിലായല്ലോ. 5 സ്റ്റെപ്സ് നന്നായിട്ട് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത്, അതായത് നമ്മുടെ ഡൈജഷൻ ഹ്യൂമൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് എന്ത്, ഈ ഒരു 5 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറയാം. ഓക്കെ, സോ ഫ്രണ്ട്സ് നോക്കിയേ, നമ്മുടെ ഫസ്റ്റ് എന്താണ് ടോപ്പിക്കായ ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് ടേക്കിംഗ് ഫുഡിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അതിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഡൈജഷൻ എന്നുള്ളത്. ഓക്കെ, എന്താ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ, ദ ഫുഡ് വി ഈറ്റ് ഈസ് ച്യൂഡ് ആൻഡ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ് ആൻഡ് ദെൻ കൺവേർട്സ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻറ്റ് ഇൻ ലിക്വിഡ് ഫോം വിച്ച് ഗെറ്റ്സ് അബ്സോർബ്ഡ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് വാട്ട്, ഡൈജഷൻ. എന്താണ്, ദ ഫുഡ് വി ഈറ്റ് ഈസ് ച്യൂഡ്, ഇത് പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ. ദ ഫുഡ് വി ഈറ്റ് ഈസ് ച്യൂഡ് ആൻഡ് ബ്രോക്കൺ, എന്ത് ചെയ്യുന്നു, ബ്രോക്കൺ ഡൗൺ ചെയ്ത് സ്മോളർ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ആവുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡിക്ക് അകത്തേക്ക് പോയിട്ട് ഡൈജഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഡൈജഷൻ നടക്കുന്നു, അത് നമ്മുടെ ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യപ്പെടുന്നു. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡൈജഷൻ എന്ന്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡൈജഷൻ ഇൻ ഹ്യൂമൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ പറയും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കിയേക്കുക. സോ നോക്കിയേ, ഡൈജഷൻ ഇൻ ഹ്യൂമൻസ്. ഫസ്റ്റ് പോയിന്റ്, ദ ഡൈജസ്റ്റീവ് ട്രാക്ട് ആൻഡ് ദ അസോസിയേറ്റഡ് ഗ്ലാൻഡ്സ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻ ഹ്യൂമൻസ്. സോ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുന്നത് ഡൈജസ്റ്റീവ് ട്രാക്ട് മീൻസ് ഫുഡ് പോകുന്ന വഴികൾ. ഓക്കെ, ആൻഡ് ദ അസോസിയേറ്റഡ് ഗ്ലാൻഡ്സ്, അപ്പോൾ ഈ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഗ്ലാൻഡ്സ്, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, this constitutes the whole path along which food moves through the body, starting from the mouth and ending at the anus. So ആ ഒരു എന്താണ് ട്രാക്ട്, അതന്നെയാണ് എന്ത്, ഈ ഡൈജഷൻ, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ഫുഡിൻ്റെ മൂവ്മെൻറ്റ് ത്രൂ ദ ബോഡി, സ്റ്റാർട്ടിങ് ഫ്രം മൗത്ത് ആൻഡ് എൻഡിങ് അറ്റ് ദ ഏനസ്. ക്ലിയർ? ദെൻ ഡൈജസ്റ്റീവ് ട്രാക്ട് ഇൻക്ലൂഡ്സ്, അപ്പോൾ ആ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ വരുന്നത് ആരൊക്കെയാണ്, ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. എന്തൊക്കെയാണ് വരുന്നത്, ഈ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറഞ്ഞല്ലോ ആദ്യം, ട്രാക്റ്റും പിന്നെ എന്തുവാണ് ഡൈജസ്റ്റീവ്, ദെൻ അസോസിയേറ്റഡ് ഗ്ലാൻഡ്സ്, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആവുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഡൈജസ്റ്റീവ് ട്രാക്ട് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്, എന്തൊക്കെയാണ്, ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ദെൻ നെക്സ്റ്റ് നോക്കിയേ, സലൈവറി ഗ്ലാൻഡ്സ്, ലിവർ ആൻഡ് പാൻക്രിയാസ് ആർ ദ മേജർ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്. അപ്പോൾ മേജർ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ഏതൊക്കെയാണ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നത്, സലൈവറി ഗ്ലാൻഡ്സ്, ലിവർ ആൻഡ് പാൻക്രിയാസ്. സോ നിങ്ങൾ പഠിക്കേണ്ട എന്താണ്, ഏതൊക്കെയാണ് ഡൈജസ്റ്റീവ് ട്രാക്ട് എന്നും പിന്നെ ഏതൊക്കെ ഗ്ലാൻഡ്സ് ആണ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പഠിക്കേണ്ടത്. ഓക്കെ, ട്രാക്റ്റിൽ വരുന്ന ആരൊക്കെയാണ്, ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ദെൻ ഗ്ലാൻഡ്സിൽ വരുന്നത് ആരൊക്കെയാണ്, സലൈവറി ഗ്ലാൻഡ്സ്, ലിവർ ആൻഡ് പാൻക്രിയാസ്. ക്ലിയർ ആയോ? ഇപ്പോൾ തന്നെ പഠിക്കുക. സോ നെക്സ്റ്റ് നോക്കിയേ, ഡൈജസ്റ്റീവ് സിസ്റ്റം ഓഫ് ഹ്യൂമൻസിൻ്റെ ഒരു എന്താണ് ഇമേജാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അതിലെന്താ പറയുന്നത്, നമ്മൾ സ്റ്റാർട്ടിങ് എന്താണ്, ഫുഡ് ട്രാക്ട് പോകുന്ന വഴി സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഏനസിൽ വന്ന് എൻഡ് ചെയ്യുന്നുണ്ട്. മൗത്ത് അല്ലെങ്കിൽ മൗത്ത് ക്യാവിറ്റി എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത് അവിടെ. പിന്നെ എന്താണ്, ഫാരിങ്സ് പറയുന്നുണ്ട്. എന്താണ് ഫാരിങ്സ് എന്നുള്ള കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് ഈസോഫാഗസ്, ട്രാക്ട് ഫുഡ് പോകുന്ന വഴിയാണ് ഈസോഫാഗസ്. പിന്നെ എന്താണ്, സ്റ്റൊമക്കിൽ വരുന്നുണ്ട്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, പിന്നെ നമ്മുടെ എന്താണ് ഗ്ലാൻഡ്സ് പറഞ്ഞു, ലിവർ ആൻഡ് പാൻക്രിയാസ്, രണ്ടും കണ്ടല്ലോ. സോ ഇതിനിടയ്ക്ക് ഗാൽ ബ്ലാഡർ, റെക്ടം ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് എന്താണ് എക്സാമിന് ചിലപ്പോൾ എന്താണ് മാർക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കും, നിങ്ങളത് പഠിക്കേണ്ടി വരും, ചിലപ്പോൾ വരയ്ക്കാൻ ചോദിക്കും. ഓക്കെ, സോ നോക്കിയേ, ബക്കൽ ക്യാവിറ്റി. ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ബക്കൽ ക്യാവിറ്റിയെ പറ്റിയാണ്. എന്താണെന്ന് നോക്കാം. ദ ബക്കൽ ക്യാവിറ്റി ഈസ് മോർ കോമൺലി നോൺ ആസ് ദ വാട്ട്, മൗത്ത്. ഓക്കെ, എന്താണ്, ബക്കൽ ക്യാവിറ്റി ഈസ് മോർ കോമൺലി നോൺ ആസ് ദ മൗത്ത് ആൻഡ് ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഫോർ ഹ്യൂമൻസ്. ആണല്ലോ, ബിഗിനിങ് എന്ന് പറയുന്നത് മൗത്ത് ആണ്.
ആണല്ലോ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ടങ് ആൻഡ് ദ ടീത്ത്. സോ ബക്കൽ ക്യാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മൗത്ത് ആണ് എന്ത് ബക്കൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിഗിനിങ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത് എന്താണ്? മൗത്താണ്. ഈ മൗത്തിൽ എന്തൊക്കെയാണുള്ളത്? ടങ് ആൻഡ് ടീത്ത്. ഫസ്റ്റ്, ടീത്ത് ഹെൽപ്സ് ഇൻ ച്യൂയിങ് ഫുഡ് ആൻഡ് ബ്രേക്കിംഗ് ഡൗൺ ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ്. സോ ടീത്ത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫുഡ് ച്യൂ ചെയ്യുന്നു, അതിനെ എന്ത് ചെയ്യുന്നു? ബ്രേക്കിംഗ് ഡൗൺ ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു, ആണല്ലോ. ദെൻ ടങ് എന്ത് ഫംഗ്ഷനാണ് ചെയ്യുന്നത്? ഫ്ലഷി മസ്കുലാർ ഓർഗൻ അറ്റാച്ച്ഡ് അറ്റ് ദ ബാക്ക് ടു ദ ഫ്ലോർ ഓഫ് ദ ബക്കൽ ക്യാവിറ്റി. ഈ ബക്കൽ ക്യാവിറ്റിയുടെ തന്നെ എവിടെയാണ് അറ്റാച്ച് ചെയ്തത്? ബാക്ക് സൈഡിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ടങ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ഫ്ലഷി മസ്കുലാർ ഓർഗൻ എന്ന് പറയുന്നത് ടങ്ങിനെയാണ്. ഫ്ലഷി മസ്കുലാർ ഓർഗൻ അറ്റാച്ച്ഡ് അറ്റ് ദ ബാക്ക് ടു ദി ഫ്ലോർ ഓഫ് ദ ബക്കൽ ക്യാവിറ്റി. ഓക്കെ, saliva is secreted into the mouth and helps in the breakdown of food. So saliva secrete ചെയ്യുന്നതും ആരാണ്? മൗത്ത് ആണ്. ഈ സെക്രീറ്റഡ് ഇൻ ദ മൗത്ത്, സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് സലൈവറി ഗ്ലാൻഡ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. മൗത്തിലോട്ട് എന്ത് ചെയ്യുന്നു? സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് ഹെൽപ്സ് ഇൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ്. ഫുഡിൻ്റെ ബ്രേക്ക് ഡൗണിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്? സലൈവയാണ്. ഓക്കെ, സോ ഒന്നുകൂടെ നോക്കാം. എന്താണ്? ബക്കൽ ക്യാവിറ്റി ഈസ് മോർ കോമൺലി നോൺ ആസ് ദ മൗത്ത് ആൻഡ് ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം ഫോർ ഹ്യൂമൻസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആരൊക്കെയാണ്? ടങ് ആൻഡ് ടീത്ത്. ടീത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഹെൽപ്സ് ഇൻ ച്യൂയിങ് ഫുഡ് ആൻഡ് ബ്രേക്കിംഗ് ഡൗൺ ഫുഡ് ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ്. ടങ് എന്താ ചെയ്യുന്നത്? ടങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലഷി മസ്കുലാർ ഓർഗൻ. എവിടെ അറ്റാച്ച് ചെയ്തേക്കുന്നത്? അറ്റ് ദ ബാക്ക് ടു ദി ഫ്ലോർ ഓഫ് ദ ബക്കൽ ക്യാവിറ്റി. Then saliva is secreted into the mouth and helps in the breakdown of food. ക്ലിയർ ആയോ? ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ടങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താണ്? ഇറ്റ് ഈസ് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് എ മസ്കുലാർ ഓർഗൻ, ഫ്ലഷി ഇൻ നേച്ചർ, അറ്റാച്ച്ഡ് ടു ദ ബാക്ക് ഓഫ് ദ ബേസ് ഓഫ് ദി ബക്കൽ ക്യാവിറ്റി. പറഞ്ഞ കാര്യമാണ്, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇറ്റ് ഹെൽപ്സ് ഇൻ മിക്സിംഗ് സലൈവ വിത്ത് ഫുഡ് വൈൽ ച്യൂയിങ് ആൻഡ് എയ്ഡ്സ് ഇൻ swallowing. ഓക്കെ, സോ അപ്പോൾ എന്താ പറയുന്നത്? എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു ടങ്ക്? ഇറ്റ് ഹെൽപ്സ് ഇൻ മിക്സിങ് സലൈവ. ഫുഡും സലൈവയും കൂടെ തമ്മിൽ മിക്സ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്? ടങ്കാണ്. വൈൽ ച്യൂയിങ്, നമ്മൾ ചവയ്ക്കുന്ന സമയത്ത് ആണല്ലോ. പിന്നെ എന്താണ്? സോളോ ചെയ്യാനുള്ള ഈസിനെസ്, അതായത് എന്താണ് എളുപ്പമാക്കി തരുന്നത് എന്താണ്? ഈ സലൈവ ഉള്ളത് കൊണ്ടാണ് എന്ത് പറ്റുന്നത്? നമുക്ക് പെട്ടെന്ന് വിഴുങ്ങാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ ദ ടങ് പൊസസസ് ടേസ്റ്റ് ബഡ്സ് ദാറ്റ് ഹെൽപ്സ് അസ് റെക്കഗ്നൈസ് ഡിഫറെൻറ്റ് ടേസ്റ്റ്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ടങ്കിൽ എന്തുണ്ട്? ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ഓരോ പ്ലേസിലും ഓരോ ടേസ്റ്റ് ആണ്. അപ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്യാൻ എന്താണ്? ഡിഫറെൻറ്റ് ദ ടങ് പോസസ് ടേസ്റ്റ് ബഡ്സ് ദാറ്റ് ടേസ്റ്റ് ബഡ്സ് ആണ് ഓരോ ടേസ്റ്റും. ഇപ്പോൾ എരിവാണെങ്കിലോ പുളിയാണെങ്കിലോ പിന്നെ എന്താണ് കയ്പ്പാണെങ്കിലും മധുരമാണെങ്കിലും ഒക്കെ അറിയാൻ പറ്റുന്ന ഈ ടേസ്റ്റ് ബഡ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക്. ഓക്കെ, അത് ഏതൊക്കെ പൊസിഷനിലാണെന്നുള്ള കാര്യം നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ പറയേണ്ടത് ടൂത്ത് ഡീക്കേയെ പറ്റിയിട്ടാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് ബക്കൽ ക്യാവിറ്റിയാണ് പഠിക്കുന്നത്, അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ടങ്കും ടൂത്തിൻ്റെ കാര്യമൊക്കെ വരുന്നത്. ഓക്കെ, ടൂത്ത് ഡീക്കേ എന്ന് പറഞ്ഞ് ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബാക്ടീരിയ പ്രസൻറ്റ് ഇൻ മൗത്ത് ബ്രേക്ക് ഡൗൺ ദ ഷുഗേഴ്സ് പ്രസൻറ്റ് ഫ്രം ദ ലെഫ്റ്റ് ഓവർ ഫുഡ് ആൻഡ് റിലീസ് ആസിഡ്. എന്താ പറയുന്നത്? നമ്മുടെ മൗത്തിൽ എന്തുണ്ട്? ഒരു ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രേക്ക് ഡൗൺ ദ ഷുഗേഴ്സ് പ്രസൻറ്റ് ഫ്രം ദ ലെഫ്റ്റ് ഓവർ. അതായത് നമ്മൾ എന്താണ് ചില സമയത്ത് ഇപ്പോൾ എന്താണ് ചോക്ലേറ്റ്സ് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ എന്തില്ല? വാ കഴുകില്ല, ചിലപ്പോൾ മറന്നു പോകും, ചിലപ്പോൾ അത് ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ലെഫ്റ്റ് ഓവർ എല്ലാം നമ്മുടെ പല്ലിലൊക്കെ ഒട്ടിയിരിക്കും ആണല്ലോ. അപ്പോൾ നമ്മുടെ മൗത്തിലുള്ള ഈ ബാക്ടീരിയ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും, ഈ ഷുഗറിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. എന്നിട്ടൊരു ആസിഡ് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഓക്കെ, ആസിഡ് റിലീസ് ചെയ്യുന്നു. These acids gradually damage the teeth and results in tooth decay. അപ്പോൾ ഈ ആസിഡാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ടീത്തിനെ ഡാമേജ് ആക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പതുക്കെ ടൂത്ത് ഡീക്കേ ആവുന്നു. ക്ലിയർ ആയോ? സോ അപ്പോൾ എന്താണ് പറഞ്ഞേക്കുന്നത്? ടൂത്ത് ഡീക്കേയിൽ ബാക്ടീരിയ പ്രസൻറ്റ് ഇൻ മൗത്ത് ബ്രേക്ക് ഡൗൺ ദ ഷുഗേഴ്സ് പ്രസൻറ്റ് ഫ്രം ദ ലെഫ്റ്റ് ഓവർ ഫുഡ് ആൻഡ് റിലീസ് ആസിഡ്. ഈ ആസിഡ് എന്ത് ചെയ്യുന്നു? ഗ്രാജുവലി ഡാമേജ് ദ ടീത്ത് ആൻഡ് റിസൾട്ട്സ് ഇൻ ടൂത്ത് ഡീക്കേ. മനസ്സിലായല്ലോ? സോ ഇന്ന് ബക്കൽ ക്യാവിറ്റി മാത്രമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. പിന്നെ എന്താണ് അടുത്തത്? അതായത് ഈസോഫാഗസ് മുതൽ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പാർട്ടിൽ ചെയ്യാം. എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇപ്പോൾ തന്നെ 20 മിനിറ്റ്സ് ആവുന്നു വീഡിയോ, അപ്പോൾ ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡി ഇട്ടിരുന്നല്ലോ. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതിലേക്കൊന്ന് മെയിൽ ചെയ്യാം. ഓക്കെ, സോ എൻ്റെ ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സ്റ്റാറ്റസ് ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് അടുത്ത ക്ലാസ്സിലേക്കാണ്. അതുവരേക്കും ബൈ.